Hi all, welcome to Entry ACCA YouTube channel. I am Anjaly Peter, your ACCA mentor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ACCA എക്സാം എങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം എന്നാണ്. ഹോം ബേസ്ഡ് അല്ലെങ്കിൽ സെൻറ്റർ ബേസ്ഡ് എക്സാം ആയിക്കോട്ടെ, മൈ ACCA ലോഗിൻ ത്രൂ ഇതെങ്ങനെ ഓൺലൈൻ നിങ്ങൾക്ക് എക്സാം ബുക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു ഡെമോ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സാം ബുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ACCAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ACCAglobal.com ആണ് നമ്മുടെ ACCAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റൈറ്റ് കോർണറിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈ ACCA കാണാം. ആ ഒരു മൈ ACCA ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഗൂഗിളിൽ പോയിട്ട് മൈ ACCA ലോഗിൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ ഈ ഒരു മൈ ACCA ലോഗിനിലേക്ക് പോകും. ഇവിടെ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഡയറക്റ്റ് ആ ഒരു മൈ ACCA ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ അവിടെ ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ചോദിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മൈ ACCA ലോഗിൻ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും അടിച്ച് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി നമ്മൾ ആ ഒരു ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡ്യൂ ഉണ്ടോ നോക്കുക. എക്സാം ബുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേയ്മെൻറ്റ് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം കോമൺ ആക്ഷൻസിൽ ഫസ്റ്റ് ഇപ്പോൾ ബുക്ക് ആൻഡ് എക്സാം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സാം ബുക്ക് ചെയ്യാനുള്ള ആ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ഈ ഒരു പോപ്പപ്പ് ജസ്റ്റ് ക്ലോസ് ചെയ്ത ശേഷം ആഡ് ആൻ എക്സാം കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സെൻറ്റർ ബേസ്ഡ് എക്സാമും ഉണ്ട്, റിമോട്ട് എക്സാമും ഉണ്ട്. റിമോട്ട് എക്സാം മീൻസ് ഹോം ബേസ്ഡ് എക്സാം ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അറ്റംപ്റ്റ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് പേപ്പറിൻ്റെ എക്സാം ആണോ എഴുതാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് PM പേപ്പർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് എ വേർഷൻ ചോദിക്കും. അതിൽ നമുക്കിപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. സെറ്റ് വേർഷൻ കൊടുത്ത ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത ശേഷം ആഡ് ടു യുവർ പ്ലാൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ആ ഒരു എക്സാം എഴുതാനായിട്ട് ആ ഒരു ഡേറ്റിൽ ഓക്കെ ആണ്, അവൈലബിൾ ആണ്. ആ ജസ്റ്റ് ഒന്ന് അവൈലബിലിറ്റി കൺഫേം ചെയ്യുക. അവൈലബിലിറ്റി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഇത് പ്രോസസ്സ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആ ഒരു എക്സാമിൻ്റെ സ്ലോട്ട് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു സ്ലോട്ട് തന്നെ സെലക്ട് ചെയ്യുന്നു. ദെൻ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത ശേഷം നമുക്ക് വരുന്നത് ACCAയുടെ കുറച്ച് പോളിസീസ് ആണ്. എക്സാം റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്യാൻസലേഷൻ, റീഫണ്ട്, റീഷെഡ്യൂൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോളിസി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് റീഡ് ചെയ്ത ശേഷം എഗ്രി കൊടുക്കാം. എഗ്രി കൊടുത്ത ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മുടെ ആ ഒരു എക്സാം ഡേറ്റ് കൺഫേം ചെയ്യാനായിട്ടാണ്. ഡേറ്റ് നമുക്ക് ഒരു ഓപ്ഷനേ അവൈലബിൾ ആവുന്നുള്ളൂ. സെപ്റ്റംബർ 3 ആയിരിക്കും എക്സാം ഡേറ്റ്. ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് ലൊക്കേഷനിലാണോ എക്സാം സെൻറ്റർ, നമ്മളിപ്പോൾ സെൻറ്റർ ബേസ്ഡ് എക്സാം ആണ് ചൂസ് ചെയ്തത്. സോ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക. ലൊക്കേഷൻ സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ എക്സാം സ്റ്റാൻഡേർഡ് എൻട്രി ഡേറ്റ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സെൻറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ എത്രയും എക്സാം ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നിയറസ്റ്റ് സെൻറ്റേഴ്സ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റർ അവിടെ നമുക്ക് ടൈം ഏത് സ്ലോട്ടാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ മോർണിംഗ് സ്ലോട്ട് ചൂസ് ചെയ്യുന്നു. റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് ആ ഒരു അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് ജസ്റ്റ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് റിവ്യൂ ചെയ്ത ശേഷം ജസ്റ്റ് കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഫിനിഷ് ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു പ്രോസസ്സ് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കാം. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളവിടെ പേയ്മെൻറ്റ് പോർട്ടലിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു എക്സാം ബുക്കിംഗ് പ്രോസസ്സ് ക്ലോസ് ആവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെൻറ്റർ ബേസ്ഡ് എക്സാം നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹോം ബേസ്ഡ് എക്സാം ആണെങ്കിൽ അതിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ബുക്ക് ആൻഡ് എക്സാം ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു PMൻ്റെ എക്സാം ബുക്ക് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തേക്കാം.
ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. അത് നമ്മൾ ഓൾറെഡി സെൻറ്റർ ബേസ്ഡ് എടുത്തത് കൊണ്ട് അത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് ഹോം ബേസ്ഡ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ആൻ എക്സാം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൻറ്റർ ബേസ്ഡ് അല്ല, ഹോം ബേസ്ഡ് ആണെങ്കിൽ റിമോട്ട് ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ റിമോട്ട് എക്സാം ചൂസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അതിന് കുറച്ചധികം കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ റിമോട്ട് എക്സാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾ കൺഫേം ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റിമോട്ട് എക്സാമിലേക്ക് പോവുക. കാരണം ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം റിമോട്ട് എക്സാം ബുക്ക് ചെയ്യുക. ബാക്കി പ്രോസസ്സ് നമുക്ക് സെയിം ആണ്. റിമോട്ട് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ പേപ്പർ സെലക്ട് ചെയ്ത് വേർഷൻ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു. ആഡ് ടു യുവർ പ്ലാൻ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം പോളിസി ഡീറ്റെയിൽസ് തരും. ഇതെങ്ങനെയാണ് ഇതുമായിട്ട് റിമോട്ട് എക്സാമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് റെഗുലേഷൻസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റീഡ് ചെയ്ത ശേഷം എഗ്രി ചെയ്യുക. എഗ്രി ചെയ്ത ശേഷം എഗ്രി ആൻഡ് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിമോട്ട് എക്സാമിൽ ഈ ഒരു എക്സാം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു സിസ്റ്റം ചെക്ക് നടത്തിയിരിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. റൺ സിസ്റ്റം ടെസ്റ്റ്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റം അതിന് കേപ്പബിൾ ആണോ, അതിൻ്റെ റിക്വയർമെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി പ്രോസസ്സ് നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. കൺഫേം അവൈലബിലിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം ബുക്കിങ്ങിന് പ്രോസസ്സ് വരുന്നത്. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക.